RSSന്റെ അവരുടെ ജാഥ കാണാൻ സാധിച്ചത്. അവരുടെ 100-ലേറെ ആളുകൾ പങ്കെടുത്ത് അവരുടെ ഒരു കാവി കുപ്പായം, വടിയും വെള്ള ഷർട്ടും കാവി ട്രൗസറിലൊക്കെയുള്ള ആ ഒരു ജാഥ കാണാൻ സാധിച്ചത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഞാൻ വരുന്ന ബസ് റൂട്ടിൽ മാത്രം RSSന്റെ 100 വർഷം തികയുമ്പോൾ നമ്മൾ മലപ്പുറത്ത് പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇന്ത്യ കീഴടക്കി RSS എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മതസംഘടനകളുണ്ട്, 100 തികയുന്ന മതസംഘടനകളുണ്ട്, അതിലേറെ പാരമ്പര്യമാണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ. പക്ഷെ എന്തുകൊണ്ട് RSS നേടിയെടുത്തിട്ടുള്ള ആ ഒരു രൂപത്തിലുള്ള ഒരു വിജയം, അല്ലെങ്കിൽ വിജയം ആ ഒരു രൂപത്തിൽ ഒന്ന് കമ്പാരിസൺ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിതിന് സാധിക്കുന്നില്ല. നമ്മുടെ ഇടയിൽ ഇപ്പോൾ അടിമത്തമാണ്. പക്ഷെ RSSന് വിജയിക്കാൻ സാധിച്ചു, അവരുടെ ഒരു ഐഡിയോളജിയിൽ വിജയിക്കാൻ സാധിച്ചു. അത് ഇന്ത്യയെ നശിപ്പിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ സത്ത കൈക്കൊള്ളുന്ന നമുക്കതിന് സാധിക്കുന്നില്ല. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലൊന്ന് കമ്പാരിസൺ ചെയ്തൊന്ന് സംസാരിക്കണം. ഏതായാലും ഉദവി ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ്. പോയിട്ട് കയ്യടി കൊടുക്കാം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ ലോകത്തിൽ സമാധാനകാംക്ഷികളായ ആളുകൾ സ്ട്രക്ചേർഡായിട്ട് പോകൽ വലിയൊരു പ്രയാസമാണ്. എന്ന് വെച്ചാൽ നല്ല സമാധാനത്തോടു കൂടി പോകുന്നവർ എന്താകില്ല, ഒരു കേഡർ സിസ്റ്റത്തിൽ പോകില്ല. സത്യത്തിൽ ഒരു കേഡർ സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിലൂടെ പോയാലേ ഇതൊക്കെ നടക്കുള്ളൂ. RSSന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു വർഗീയവാദത്തിൻ്റെ വേറൊരു ഐഡിയോളജിയാണ്. അതുപോലെ ഒരിക്കലും ഇനി എന്തൊക്കെ 10,000 കോടി നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും RSS പോലെ നമുക്കാക്കാൻ കഴിയില്ല. ഒന്ന്. നമ്പർ 2, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉദവി ചോദിച്ചത് അതുകൊണ്ടാകാമെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ കുറെ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്നതിലുപരി ഒരു സ്ട്രക്ചേർഡ് ഫോമിലൂടെ കൊണ്ടുപോയി മുസ്ലിം ലീഗിനെ അതിമനോഹരമായി സ്ട്രക്ചറൈസ് ചെയ്ത് അതിൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കേഡർ സിസ്റ്റത്തിൽ അതിമനോഹരമായൊരു അജണ്ടയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ പറയുന്നത് ഏകദേശം നമ്മളിപ്പോഴും ചരിത്രം പറഞ്ഞുകൊണ്ടേ പോവാൻ. ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും, നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെതായതുകൊണ്ട് പഴയ ചരിത്രമൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഇങ്ങനെ വേറെ വഴിക്ക് കൂടെ പോകുന്നത് എന്നതാണ്. ഇവിടെ ഖായിദമലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെത്, അതേപോലെ തന്നെ CH മുഹമ്മദ് സാഹിബിൻ്റെത്, മുഹമ്മദ് ബയ സാഹിബിൻ്റെത്, അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയാനുണ്ട്. പക്ഷെ അത് കേട്ട് 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 നമ്മൾ അതിൽ അഭിരമിച്ചിരിക്കരുത്. അവരൊക്കെ ജീവിതം കൊണ്ടു നടന്നത് എന്തിനാണെന്നറിയോ? നമ്മളെ കണ്ടുകൊണ്ടാണ്, അവർ കേഡറിസം കണ്ടുകൊണ്ടാണ്. ഇന്ന് അത്തരത്തിലുള്ള ആളുകളുടെ ചിന്താഗതികൾ വളരെ കുറവാണ്. അഥവാ CH മുഹമ്മദ് ബയ സാഹിബ് നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എതിരാളികൾ കളിയാക്കുമായിരുന്നു. എന്തെന്നറിയോ? ഇനി കോയ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, കോയ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു കളിയാക്കലാണ്. പക്ഷെ അവർക്കറിയായിരുന്നു കോയയുടെ എഴുന്നേറ്റ് നിൽക്കൽ കേവലം എഴുന്നേറ്റ് നിൽക്കലല്ല, അത് ഒരുപാട് വർഷത്തേക്ക് അപ്പുറത്തുള്ള എഴുന്നേറ്റ് നിൽക്കലാണ്. കാരണം പഠിപ്പും വിവരവും ഇല്ലാത്തൊരു സമൂഹത്തിന്, സമുദായത്തിന് ഒരു യൂണിവേഴ്സിറ്റി മെനയാനായിരുന്നു അന്ന് എഴുന്നേറ്റ് നിന്നത് എന്ന്. ഇങ്ങനെ ഒരു 70 വർഷം അപ്പുറത്തേക്ക്, 100 വർഷം അപ്പുറത്തേക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജി മെനഞ്ഞുകൊണ്ട് അതിമനോഹരമായിട്ട് കൊണ്ടുപോയാൽ നല്ലൊരു സ്ട്രക്ചേർഡ് ഫോമിലേക്ക് ഈ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എത്തി. ഞാൻ ഉപദേശിക്കല്ല, നിർദ്ദേശങ്ങൾ പറയാം. എന്ന് വെച്ചാൽ എല്ലാ പ്രസ്ഥാനത്തിനും അതുണ്ടല്ലോ, അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആകുമ്പോൾ പരിപാടിക്ക് വേണ്ടി പരിപാടികൾ നടത്തുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ ഹുദവി സാബ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പരിപാടിക്ക് വേണ്ടി പരിപാടി നടത്തലാണ്. പക്ഷെ നമ്മൾ അജണ്ട കൈക്കലാക്കിയിട്ട് വളരെ ചെയ്യാൻ. ഇപ്പോൾ 1925 അവർ അജണ്ട കൈകാര്യം ചെയ്തതാണ് 100 വർഷമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രധാനമന്ത്രി വേണമെന്ന് അന്നത്തെ അജണ്ടയാണ്. 90 വർഷം പിന്നിട്ടപ്പോഴേക്കും അവരത് പൂർത്തിയാക്കി. ഇങ്ങനെ ഓരോന്നും പൂർത്തിയാക്കിയിട്ടാണ് അവരെന്താകുന്ന പോണത്. അവർ പറഞ്ഞു സാധാരണ 100 ഇട്ടാൽ 150 അങ്ങോട്ടാവില്ല. അപ്പോൾ സ്ട്രാറ്റജി അവർക്ക് മുമ്പേ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഈ സാധാരണ ക്ലീശേ കാര്യങ്ങളൊക്കെ വിട്ട് നല്ലൊരു യൂണിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോയി അടുത്ത 100 വർഷത്തേക്ക് എന്തായിരിക്കണം മുസ്ലിം ലീഗ്, എന്തായിരിക്കണം KMCC എന്ന് സ്ട്രക്ചേർഡ് ഫോമാക്കി അതിമനോഹരമായി, അങ്ങനെയൊക്കെ ഉണ്ടതിൻ്റെ ഉള്ളിൽ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗ് അതിമനോഹരമായി കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഒന്നുകൂടി ഈ പഞ്ചായത്തുകാർ ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടുപോകണമെന്നാണ് ഹുദവി സാബ് പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിമനോഹരമായി സ്ട്രക്ചറൽ ഫോമിലൂടെ ഈ താഴേക്കോട് പഞ്ചായത്തിനെയും ഇതുമായി ബന്ധപ്പെട്ടതിനെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. എത്ര സ്ട്രക്ചേർഡ് ആയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ട്രക്ചേർഡായി ഉമ്മത്തിനെ ഉണ്ടാക്കി. 1.25 ലക്ഷത്തോളം വരുന്ന ആളുകൾ സഹാബാക്കളുണ്ടായി. അവസാനം മക്ക ഫത്ഹാകുന്ന സമയത്തും കുനിഞ്ഞു കൊണ്ടുവന്നിട്ട് അല്ലാഹുവേ നിനക്ക് സ്തുതി എന്നാ പറഞ്ഞത്. ഒരിക്കലും വീരവാദം മുഴക്കിയില്ല, ഞങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞില്ല. എന്നിട്ട് അന്യ സമുദായക്കാരോട് പറഞ്ഞ മദീനയിലുള്ളവരോട്, എന്റെ സമുദായത്തിന് ഞാൻ നിർഭയത്വം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം തരുമെന്ന്. അങ്ങനെ ഈ ലീഗ് എത്ര ഉയർന്നു പോയാലും നമ്മളെ സ്നേഹിച്ച് നിൽക്കാൻ ഹൈന്ദവരുണ്ടാകണം, ക്രിസ്ത്യൻ ജനതയുണ്ടാകണം. നമ്മുടെ സ്നേഹോഷ്മളമായ ആലിംഗനത്തിൽ എല്ലായ്പ്പോഴും അവരുണ്ടാകണം. തിരൂര്
മുന്നിൽ വെച്ചിട്ട് ബൈത്തുർ റഹ്മയുടെ ചാവി കൊടുക്കാൻ ഒരു പാവം ജാനകി എന്ന് പറയുന്ന ഒരു അമ്മ വയസ്സായ ഒരാള് വന്നിട്ട് ഇങ്ങനെ തങ്ങളുടെ കാൽക്കൽ വീഴുന്നത് പോലെ പിടിക്കാനും പറ്റുന്ന ഒന്നിനും പറ്റുന്നില്ല. എന്നിട്ട് കരയാൻ, എന്നിട്ട് പറയാണ് ഇത് പിന്നെ തങ്ങളെ നിങ്ങളെ ജ്യേഷ്ഠന്റെ അതായത് ഇക്കാക്കയുടെ ഒരു ഫോട്ടോ തരുമോ, ഷിഹാബ് തങ്ങളുടെ എൻ്റെ വീട്ടിലൊന്ന് വെക്കാനാണ്, ഒരു മുല്ലപ്പൂമാല ഇട്ട് കൊടുക്കാനാണ്. തങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ ഈ ആചാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോ വെക്കലും അങ്ങനത്തെ പരിപാടി ഇല്ല എന്നാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യർ അങ്ങേയറ്റം പൂജിക്കുന്ന ഒരാളായിട്ട് ഒരു ശിഹാബ് തങ്ങൾ മാറുമായിരുന്നേനെ. പക്ഷെ അതിന് അനുവാദമില്ലാത്തത് കൊണ്ട് പോയി. ആ ഒരു ഊഷ്മളത പോലെ മൊത്തം മനുഷ്യരെ സ്നേഹിച്ച് എന്ന് മുന്നോട്ട് പോയി സ്ട്രക്ചറൽ ഫോമിലൂടെ പോകാൻ വീണ്ടും ആവർത്തിക്കുന്നു. അതായിരിക്കട്ടെ ഇതിനുള്ളൊരു ചെറിയ മറുപടി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തിരിച്ചടികൾ നേരിടുമ്പോൾ പോസിറ്റീവായ മനോഭാവം നിലനിർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? വ്യക്തിപരമായിട്ട് ചോദ്യമല്ല, മൊത്തം എല്ലാവരും കൂടിയാണ്. എന്ത് പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാലും ഒന്ന് ആ പ്രശ്നം ഇപ്പോഴത്തെ മാത്രം പ്രശ്നമാണെന്ന് മനസ്സിലാക്കും. കാലാകാലത്തേക്ക് ഒരു പ്രശ്നത്തിനും എന്തില്ല, ആയുസില്ല. പണ്ട് ബീർബൽ പറഞ്ഞതുപോലെ ഇതും ഈ സമയവും കഴിഞ്ഞു പോകും. അതുകൊണ്ടൊരു കുട്ടിയുടെ പരാജയമായാലും നമ്മുടെ ബിസിനസിന്റെ പരാജയമായാലും ചിലപ്പോൾ ജോലിയില്ലായ്മയായാലും ദാരിദ്ര്യമായാലും മക്കളെ കെട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇതോടുകൂടി ജീവിതം അവസാനിക്കുമെന്ന ചിന്തയേ ഉണ്ടാകരുത്. പകരം ഇനിയും ഒരു കാലം വരുമെന്ന രീതിയിൽ നമ്മൾ പോകണം. മൈൻഡ് സെറ്റ് ചെയ്ത് അതിമനോഹരമായ ഇതിലേക്ക് തന്നെ കുതിക്കണം. എത്ര പരാജയം വന്നാലും മുന്നിൽ ഒരു അജണ്ട ഇട്ട് സാമ്പത്തിക ബാധ്യത വരാതെ നമ്മൾ കുതിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനത്തെവർക്ക് യാതൊരു പ്രയാസം വരില്ല. ആ കുതിപ്പിൽ ഒന്നുകൂടി ഉണ്ടാകണം തവക്കൽത്തു അലല്ലാഹ്. അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തിന് ബന്ധം വേണം. ഉഷാറായിട്ട് ഉന്മേഷം, ആവേശം നമുക്കുണ്ടാകണം. എത്രയോ ബിസിനസ്സുകാരുണ്ട് 7-8 തവണയൊക്കെ പൊട്ടി ഒന്നും അല്ലാതെയായി പിന്നെ ചില ട്രെയിനിങ്ങിനൊക്കെ പോയി അവിടെ നിന്ന് കുതിച്ചുയർന്ന എത്രയോ ബിസിനസ്സുകാരെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ആ വിധാനത്തിൽ നിന്ന് വീണ്ടും ഉയരുന്ന ചില ട്രെയിനിങ്ങുകളും ചില രീതിയിലുള്ള നല്ല നല്ല തെറാപ്പികളും അതിമനോഹരമായി ഉയരാൻ വേണ്ടിയിട്ടുള്ള ചില സ്റ്റെപ്പുകളും സ്ട്രക്ചേർഡായി പ്രൊഫഷണലായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു വിഷമങ്ങളും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചാൽ നന്നാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം ക്യാമ്പിലൂടെ ഇപ്പം എനിക്കറിയാം ലോകത്തിലെ ഏറ്റവും ടോപ്പ് ട്രെയിനർ, ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും 100 കോടിക്ക് മേലെ സമ്പത്തുണ്ടാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകണം. 5 പൈസ ഇല്ലാത്തവൻ അതിന് പോണത്. എന്നിട്ട് അവർ പോയി 100 കോടിയും 1000 കോടിയൊക്കെ ഫിനിഷ് ചെയ്ത് എത്രയോ ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ സ്ട്രക്ചർഡായിട്ട് പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. KMCCയുടെ ഭാഗത്ത് നിന്ന് അത്തരം ക്യാമ്പുകളൊക്കെ ഉണ്ടാക്കിയാൽ എണ്ണങ്ങൾ വിളിക്കേ വേണ്ട, അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകാരൊക്കെ വിളിച്ചിട്ട് അതിമനോഹരമായി കൊണ്ടുപോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു ചഞ്ചാട്ടമില്ലാത്ത വിശ്വാസവും ഒരു ഊർജവും ഉണ്ടാകും. അങ്ങനെ അത് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും എന്നാണ് എനിക്കറിയുന്നത്. മറുപടി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണ്ട. ഇപ്പോൾ 14 വയസ്സായത് മുതൽ തുടങ്ങിയിട്ടുണ്ട് പ്രമേഹമൊക്കെ. അതുകൊണ്ട് നമുക്ക് പിരിച്ചുവിടാൻ സമയമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ക്ഷണിച്ചതിന് താഴേക്കോടിൻ്റെ ഈ ഹരിതാപം എന്ന് പറയുന്ന പ്രസ്ഥാനം, പ്രചോദനം, വിചിന്തനം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ ഈ കുടുംബ സംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ച് താഴേക്കോട് പഞ്ചായത്തിലെ മുഴുവൻ ഗ്ലോബൽ KMCC അംഗങ്ങൾക്കും പഞ്ചായത്തിലെ മുഴുവൻ അധികാരികൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവിടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്, ജയ് KMCC. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.